നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. മലപ്പുറം എന്നും മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ പേരുകേട്ട നാടാണ്. ജാതിയോ മതമോ നോക്കാതെ അതിനെല്ലാം അതീതമായി മനുഷ്യരെ സ്നേഹിക്കുന്ന സാഹോദര്യത്തിൻ്റെ പേരുകേട്ട നാട്. മതസൗഹാർദ്ദത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ. കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് മതസൗഹാർദ്ദത്തിൻ്റെ വേദിയായി മാറിയത്. ജാതിമത ഭേദമന്യേ മുഴുവൻ നാട്ടുകാരും സ്വന്തം ഉത്സവമായി ഏറ്റെടുത്തപ്പോൾ ആ സന്തോഷത്തിൽ പങ്കാളിയാകാൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തി. കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കല്ലങ്കരി മഹോത്സവവുമാണ് നാട്ടുകാർ ഒന്നിച്ചെത്തി ആഘോഷമാക്കിയത്. ക്ഷേത്രത്തിലെ അന്നദാനത്തിന് ജാതിമത ഭേദമന്യേ നാട്ടുകാർ മുഴുവനും എത്തി. കൊടിഞ്ഞിപ്പള്ളി ദർസ് വിദ്യാർത്ഥികളും ഖതീബ് അലി അക്ബർ ഇംദാദി മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും സ്വന്തം ഉത്സവമായി കണ്ട് അന്നദാനത്തിലെത്തി. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉച്ചയോടെയാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. തങ്ങളെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു. ഹമീദ് അലി ശിഹാബ് തങ്ങളെ കുടുംബക്കാരനവർ കണ്ണമ്പള്ളി ഗോവിന്ദൻ ഷാൾ അണിയിച്ചു. ഹമീദ് അലി തങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നവർക്കും മധുരപായസം നൽകി സ്വീകരിച്ചു. ഇങ്ങനെയുള്ള മതസൗഹാർദ്ദമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്നും ഇത് നിലനിർത്താൻ ഇത്തരത്തിലൂടെയുള്ള കൂട്ടായ്മയിലൂടെ സാധിക്കട്ടെയെന്നും തങ്ങൾ പറഞ്ഞു. കൊടിഞ്ഞി കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നിവിടെ സന്ദർശിക്കാൻ സാധിച്ചു. പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രവും. അതുപോലെ തന്നെ കൊടിഞ്ഞിപ്പള്ളിയും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഓരോ വർഷവും ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെയുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ തന്നെ ഇവിടെ വരികയും ഇവിടെ അന്നദാനം സദ്യ ഇവിടെയാണ് ഇവിടെ എല്ലാ ആളുകൾക്കും നൽകാറുള്ളത്. അത് വളരെ പതിറ്റാണ്ടുകൾക്കായി അമൃതങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള സൗഹൃദമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഇവിടെ നിലനിൽക്കാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെയൊക്കെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം പൈതൃകം സൂക്ഷിക്കാനൊക്കെ നമ്മുടെ സംരക്ഷിതനാഥൻ അതിന് തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരുമിച്ചുകൂടലിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. തങ്ങളോടൊപ്പം കൊടിഞ്ഞിപ്പള്ളി മുദ്രിസ് മുഹമ്മദ് അലി ബാക്കവി ഓമശ്ശേരി, ഖതീബ് അലി അക്ബർ ഇംദാദി, കൊടിഞ്ഞിപ്പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി പത്തൂർ മൊയ്തീൻ ഹാജി, PV കോമുക്കുട്ടി ഹാജി, വാർഡ് മെമ്പർമാരായ ഊർപ്പായ് സൈദലവി, നടുത്തൊടി മുസ്തഫ, നടുത്തൊടി മുഹമ്മദ് കുട്ടി, നൌഷാദ് നരിമടക്കൽ, അബ്ദുസലാം ഹാജി പനമ്പിലായി, തയ്യിൽ അൻവർ, നടുത്തൊടി മൊയ്തീൻ കുട്ടി ഹാജി, ജുബേർ തേറാമ്പിൽ എന്നിവർ ഉണ്ടായിരുന്നു. കണ്ണമ്പള്ളി രാജൻ, ചന്ദ്രൻ, ജ്യോതിഷ്, ഷാജി, ദാസൻ, സുന്ദരൻ, ബൈജു, പ്രമോദ്, മനോഹരൻ, മനോജൻ, ജിതേഷ്, വേലായുധൻ തുടങ്ങിയവരാണ് തങ്ങളെയും മഹല്ല് ഭാരവാഹികളെയും സ്വീകരിച്ചത്. 1000-ലേറെ പേർക്ക് ഉച്ചയ്ക്ക് അന്നദാനം നടത്തിയിരുന്നു. നാട്ടിലെ പ്രമുഖരും കക്ഷി രാഷ്ട്രീയ ജാതിവാദ ഭേദമന്യേ സാമൂഹ്യ പ്രവർത്തകരും എത്തിയിരുന്നു. എല്ലാവരും സന്തോഷം പങ്കുവച്ചാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.